ഒരുപാട് കാര്യങ്ങൾ പറയാനായി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറേ സെന്റൻസ് പാറ്റേൺസ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് ഉപയോഗിച്ച് ഇതേ പാറ്റേണിലുള്ള ധാരാളം സെന്റൻസസ് നിങ്ങൾ സ്വയം നിർമ്മിച്ചു നോക്കണം. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അല്ല, അതിന് മുന്നിലത്തെ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി കൊടുത്തിരുന്നു. അത് നമുക്ക് ആദ്യം നോക്കാം. ഈ ക്ലാസ്സിന്റെ അവസാനവും കുറച്ച് സെന്റൻസസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അവൾ പാടുന്ന അത്ര നന്നായി ഞാൻ പാടില്ല. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്, നമ്മളെ മറ്റുള്ളവരായി കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്നെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും ഉപയോഗിച്ചാണ് നമ്മൾ ഇംഗ്ലീഷിൽ കമ്പയർ ചെയ്യുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുമായി രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കളെയോ കമ്പയർ ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും ആണ്. ഒരു ഇംഗ്ലീഷ് അഡ്ജക്റ്റീവിന് 3 ഫോം ഉണ്ട്: പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. അഡ്വേർബ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതിന് 3 ഫോംസ് ഉണ്ട്: പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഒരേപോലെയാണ് എന്നെല്ലാം പറയാൻ നമ്മൾ പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിക്കുക. പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് ഈക്വൽ അല്ല എന്ന് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 ആസ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറിലാണ്. ഈ 2 ആസിനും ഇടയിൽ ഒരു പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വർബ് വരും. അവൾ പാടുന്ന അത്ര നന്നായി ഞാൻ പാടില്ല. അതിനർത്ഥം അവൾ എന്നേക്കാൾ നന്നായി പാടും എന്നാണല്ലോ. ഞാൻ പാടില്ല, അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അതുപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് തുടങ്ങാം. ഐ ഡോണ്ട് സിംഗ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് പാടില്ല എന്ന് പറയുന്നത് കേട്ട് ഫ്യൂച്ചർ ആണെന്ന് കരുതരുത്. നമുക്ക് പാടാനുള്ള കഴിവിനെ കുറിച്ച്, പ്രസന്റിലുള്ള ഒരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും, സംസാരിക്കില്ല, മത്സ്യം കഴിക്കും, കഴിക്കില്ല, പാട്ട് പാടും, പാട്ട് പാടില്ല, ഇതെല്ലാം പറയാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ അല്ല. ഐ ഡോണ്ട് സിംഗ്. അവൾ പാടുന്ന അത്ര നന്നായി പാടില്ല. ആസ് വെൽ ആസ് ഹെർ. ഇവിടെ ആ 2 ആസിനും ഇടയിൽ നമ്മൾ വെൽ എന്ന അഡ്വർബ് ഉപയോഗിച്ചു. ഗുഡ് എന്ന അഡ്ജക്റ്റീവിന് പകരമായി ഉപയോഗിക്കുന്ന അഡ്വർബാണ് വെൽ. അത് പോസിറ്റീവ് ഡിഗ്രിയിലുള്ളതാണ്. അതിന്റെ കമ്പാരിറ്റീവ് ആണ് ബെറ്റർ, സൂപ്പർലെറ്റീവ്, ബെസ്റ്റ്. ഗുഡ് എന്ന അഡ്ജക്റ്റീവിന്റെയും കമ്പാരിറ്റീവും സൂപ്പർലെറ്റീവും ബെറ്ററും ബെസ്റ്റും ആണ്. ഐ ഡോണ്ട് സിംഗ് ആസ് വെൽ ആസ് ഹെർ. 2 ആസ് ഉപയോഗിക്കുന്ന ഈ സ്ട്രക്ചറിൽ അതിനിടയിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അഡ്വർബ് ആണ് എന്ന് ശ്രദ്ധിക്കണം. കമ്പാരിറ്റീവ് ഫോംസോ സൂപ്പർലേറ്റീവ് ഫോംസോ ഈ സ്ട്രക്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 വസ്തുക്കൾ ഒരേപോലെയാണ് അല്ലെങ്കിൽ ഒരേപോലെ അല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഐ ഡോണ്ട് സിംഗ് ആസ് വെൽ ആസ് ഹെർ. ഇവിടെ ഈ അവസാനം ഉപയോഗിച്ചിട്ടുള്ള ഹെർ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷീ ഡസ് എന്നും പറയാം. ഐ ഡോണ്ട് സിംഗ് ആസ് വെൽ ആസ് ഷീ ഡസ്. അവിടെ ആ ഡസ് ഇല്ലെങ്കിൽ പിന്നെ ഷീ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അൺകോമൺ ആണ്. പഴയ ഇംഗ്ലീഷിൽ ആസിനും ദാനിനും ശേഷം സബ്ജക്ട് പ്രൊനൗൺസ് ഹി, ഷീ, ഐ പോലുള്ള പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നതായിരുന്നു കോമൺ. മോഡേൺ ഇംഗ്ലീഷിൽ ഈ സബ്ജക്ട് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് അതിനുശേഷം വെർബ് വരുന്ന സമയത്ത് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഐ ഡോണ്ട് സിംഗ് എന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷീക്ക് ശേഷം പിന്നെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബാണ് ഷീ ഡസ്. ഷീ ഡസ് എന്ന് പറയണമെന്നില്ല, അതിന് പകരം ഹെർ എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിച്ചാൽ മതി. ഐ ഡോണ്ട് സിംഗ് ആസ് വെൽ ആസ് ഹെർ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. കമ്പാരറ്റീവ് അഡ്വേർബ്സ് ഉപയോഗിച്ചും പറയാം. അതായത് ഞാൻ പാടുന്നതിനേക്കാൾ നന്നായി അവൾ പാടും. ഷീ സിംഗ്സ് ബെറ്റർ ദാൻ മീ. ഷീ സിംഗ്സ് ബെറ്റർ ദാൻ മീ അല്ലെങ്കിൽ ഷീ സിംഗ്സ് ബെറ്റർ ദാൻ ഐ ഡു. മീ എന്ന ഒബ്ജക്റ്റ് പ്രൊനൗണിന് പകരം നമുക്ക് ഐ ഡു എന്ന ക്ലോസ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് പിന്നെ അതിനുശേഷം ഡു ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഷീ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഷീ സിംഗ്സ് ബെറ്റർ ദാൻ മീ അല്ലെങ്കിൽ ഐ ഡോണ്ട് സിംഗ് ആസ് വെൽ ആസ് ഹെർ. 2 ആസ് ഉപയോഗിക്കുന്ന ഈ കൺസ്ട്രക്ഷനിൽ അതിനിടയിൽ ഉപയോഗിക്കുന്ന എപ്പോഴും പോസിറ്റീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അഡ്വർബ് ആണ് എന്ന് ശ്രദ്ധിക്കണം. വിചിത്രം എന്ന് തോന്നാമെങ്കിലും എനിക്ക് ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമല്ല. വിചിത്രം എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച്. തോന്നാമെങ്കിലും എന്ന് പറയുമ്പോൾ ഉറപ്പുള്ളൊരു കാര്യമല്ല, ഒരു സാധ്യതയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ മേ എന്ന മോഡൽ വെർബ് ഉപയോഗിക്കാം. വിചിത്രം എന്ന് തോന്നാമെങ്കിലും. ഇവിടെ ഒരു പ്രോപ്പറായ സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. ഇറ്റ് മേ സീം സ്ട്രേഞ്ച്. വിചിത്രം എന്ന് തോന്നാം. എനിക്ക് ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമല്ല.
ഐ ഡോണ്ട് ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ്. ഇവിടെ നമുക്ക് ടു വാച്ച് എന്ന് പറയണമെന്നില്ല, വാച്ചിങ് എന്ന ING ഫോമും യൂസ് ചെയ്യാം. ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ക്രിക്കറ്റ്. ലൈക്ക് എന്ന വെർബിന് ശേഷം ലവ്, ലൈക്ക്, ഹെയ്റ്റ്, ഡിസ്ലൈക്ക് ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഏകദേശം ഒരേ മീനിങ്ങിൽ തന്നെ യൂസ് ചെയ്യാം. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ അത്ര കാര്യമാക്കേണ്ടതില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ക്രിക്കറ്റ്. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോസുകളെയും കമ്പൈൻ ചെയ്യണം. ഇവിടെ നമ്മൾ തോന്നാമെങ്കിലും എന്നാണ് പറഞ്ഞത്. കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ദോ, ഓൾദോ അതുപോലത്തെ കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ദോ ഇറ്റ് മേ സീം സ്ട്രേഞ്ച്, വിചിത്രം എന്ന് തോന്നാമെങ്കിലും ഐ ഡോണ്ട് ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ക്രിക്കറ്റ്. ഇത് നമുക്ക് ബട്ട് ഉപയോഗിച്ചും പറയാം. ഇറ്റ് മേ സീം സ്ട്രേഞ്ച് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ്. നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഐ നോ. എന്താണ് അറിയുന്നത്? എന്നെ ഇഷ്ടമല്ല എന്ന്. ഐ നോ ദാറ്റ്. നിനക്ക് എന്നെ ഇഷ്ടമല്ല. യു ഡോണ്ട് ലൈക്ക് മീ. ഇവിടെ ദാറ്റ് നിർബന്ധമൊന്നുമില്ല. ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ എന്ന് പറഞ്ഞാലും മതി. ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ എന്ന അർത്ഥം കിട്ടാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ദാറ്റ്. നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് യു ഡോണ്ട് ലൈക്ക് മീ. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രം പറയാൻ ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറഞ്ഞാൽ മതി. നിന്നെയും എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മളവിടെ വേറൊരു വേർഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നെഗറ്റീവായ രണ്ട് സെന്റൻസസ് ആണ്. നിനക്ക് എന്നെ ഇഷ്ടമല്ല, യു ഡോണ്ട് ലൈക്ക് മീ. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് യു. ഇങ്ങനെ രണ്ട് നെഗറ്റീവ് സെന്റൻസസ്. ഒരു നെഗറ്റീവ് സെന്റൻസിനോട് നമ്മൾ മറ്റൊരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യുമ്പോൾ ആ നിന്നെയും എന്ന ഒരു മീനിങ് കിട്ടാനായി നമ്മൾ അതിന്റെ അവസാനം ഐദർ ഉപയോഗിക്കും. ഐ ഡോണ്ട് ലൈക്ക് യു ഐദർ. ഇത് തന്നെ നമുക്ക് നീദർ ഉപയോഗിച്ചും നോർ ഉപയോഗിച്ചും എല്ലാം പറയാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുക നീദർ ഡു ഐ ലൈക്ക് യു എന്നാണ്, അല്ലെങ്കിൽ നോർ ഡു ഐ ലൈക്ക് യു. ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ, ഐ ഡോണ്ട് ലൈക്ക് യു ഐദർ. ഇവിടെ നമുക്ക് ടു ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. നെഗറ്റീവായ ഒരു സെന്റൻസിനോട് നെഗറ്റീവായ മറ്റൊരു സെന്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടു അവസാനം ഉപയോഗിക്കില്ല. ഇതിന് പകരം നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരുന്നതെന്ന് കരുതുക. യു ലൈക്ക് മീ. എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. ഐ ലൈക്ക് യു. അപ്പോൾ നമുക്കിവിടെ എനിക്ക് നിന്നെയും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി അവസാനം ടു ഉപയോഗിക്കാം. യു ലൈക്ക് മീ, ഐ ലൈക്ക് യു ടു. എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. ഇവിടെ ഐദറും ഉപയോഗിക്കരുത്. നെഗറ്റീവായ രണ്ട് സെന്റൻസസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഐദർ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവായ സെന്റൻസസിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടു ആണ്, ഐദർ അല്ല. പോസ്റ്റ്മാൻ വന്നുപോയി. ഇതെങ്ങനെ പറയും? വന്നുപോയി, പോയി വന്നു ഇതെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബ് ഹാസ് ബീനും ഹാവ് ബീനും ആണ്. പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ദ പോസ്റ്റ്മാൻ ഹാസ് കം എന്ന് പറയാം. അതിനർത്ഥം പക്ഷേ അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ്. പോസ്റ്റ്മാൻ വന്നു, ലെറ്ററോ പാർസലോ തന്നു, എന്നിട്ട് അയാൾ തിരിച്ചു പോയി എന്ന് കരുതുക. അതായത് ആള് വന്നുപോയി, കംപ്ലീറ്റഡ് ആയ ഒരു വിസിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റഡ് ആയ വിസിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക ഹാവ് ബീനും ഹാസ് ബീനും ആണ്. ദ പോസ്റ്റ്മാൻ ഹാസ് ബീൻ, അതിനർത്ഥം അയാൾ വന്ന് അയാൾ പോയി എന്നാണ്. പോസ്റ്റ്മാൻ സിംഗുലർ ആയത് കാരണമാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ച്. ഇനിയിപ്പോൾ പോസ്റ്റ്മാൻ നേരത്തെ തന്നെ വന്നുപോയി എന്ന് പറയണമെങ്കിൽ ദ പോസ്റ്റ്മാൻ ഹാസ് ഓൾറെഡി ബീൻ, അതങ്ങനെയാണ് പറയുന്നത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും പറയാം. ദ പോസ്റ്റ്മാൻ കെയിം ആൻഡ് വെന്റ് അവേ എന്ന് പറയാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ദ പോസ്റ്റ്മാൻ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ മതി. വന്നുപോയി എന്ന് പറയുന്ന പോലെ തന്നെ പോയി വന്നു എന്ന് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ്. ഐ ഹാവ് ബീൻ ടു ദ മാർക്കറ്റ്, അതിനർത്ഥം ഞാൻ മാർക്കറ്റിൽ പോയി വന്നിരിക്കുന്നു എന്നാണ്. രാജു ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രാജു ഇപ്പോഴും മാർക്കറ്റിലാണ്, അയാൾ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ രാജു ഹാസ് ബീൻ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രാജു മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു എന്നാണ്. നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ഒരാൾ ചെയ്തില്ല, അതിനുള്ള ഒരു ക്രിറ്റിസിസമാണ്, കുറ്റപ്പെടുത്തലാണിത്. അപ്പൊ ഇത് പറയാൻ, ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുഡ് ഹാവ് പ്ലസ് V3 ആണ്. യു കുഡ് ഹാവ് ഹെൽപ്ഡ് മീ, നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നു. യു ഷുഡ് ഹാവ് ഹെൽപ്ഡ് മീ എന്ന് പറയുമ്പോൾ നീ എന്നെ സഹായിക്കണമായിരുന്നു എന്നാണ്. ഇവിടെ അതല്ല പറയുന്നത്, സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ആ കഴിവിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുഡാണ്, ഷുഡ് അല്ല. ഇനി ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പറയാ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്നാണ്. അപ്പൊ ഞാൻ ചെയ്യുമായിരുന്നു, ചെയ്തിട്ടില്ല, ചെയ്യുമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ഐ ഷുഡും ഐ കുഡും അല്ല, ഐ വുഡ് ആണ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. നീ എന്താ വെറുതെ നോക്കിയിരുന്നത്? നോക്കിയിരിക്കുക എന്നതിന് നമുക്ക് സിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയാം. വൈ ഡിഡ് യു ജസ്റ്റ് സിറ്റ് ആൻഡ് വാച്ച്? നീ എന്താണ് വെറുതെ നോക്കിയിരുന്നത്? അപ്പൊ അതിനാ വെറുതെ എന്ന മീനിങ് കിട്ടാനായി അവിടെ ജസ്റ്റ് ഉപയോഗിച്ചാൽ മതി. വൈ ഡിഡ് യു ജസ്റ്റ്
സിറ്റ് ആൻഡ് വാച്ച്. നീ എന്താണ് വെറുതെ നോക്കിയിരുന്നത്? ഏതാനും മാസങ്ങൾക്കുള്ളിൽ എനിക്ക് നല്ല ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും. എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? ഐ ക്യാൻ റൈറ്റ് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ ഫ്യൂ മന്ത്സ് എന്നാണോ പറയേണ്ടത്? അല്ല, ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റിലുള്ള എബിലിറ്റിയെ കുറിച്ച് പറയാനാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയും, അത് പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. നേരത്തെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡ് ഉപയോഗിക്കും. ഫ്യൂച്ചറിൽ, ഭാവിയിൽ എപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ അല്ല, വിൽ ബി ഏബിൾ ടു ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും ക്യാൻ ഉപയോഗിക്കാം. ഇപ്പം നാളെ നമുക്ക് ടെന്നീസ് കളിക്കാൻ കഴിയും എന്ന് പറയണമെന്ന് കരുതാം. വി ക്യാൻ പ്ലേ ടെന്നീസ് ടുമോറോ. ഇതിനർത്ഥം നാളെ ടെന്നീസ് പഠിച്ച് നാളെ കളിക്കുന്നല്ല. ആ ടെന്നീസ് കളിക്കാനുള്ള എബിലിറ്റി ഇപ്പോഴേ നമ്മുടെ കൈവശമുണ്ട്. പക്ഷെ കളിക്കുന്നത് നാളെയാണ്. അതായത് ആ എബിലിറ്റി പ്രസന്റ് തന്നെയുണ്ട്, ആ ഇവന്റ് നാളെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇംഗ്ലീഷ് എഴുതാനുള്ള കഴിവ് ഇപ്പൊ നിലവിലില്ല, ഭാവിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ വിൽ ബി ഏബിൾ ടു തന്നെ ഉപയോഗിക്കാം. ഐ വിൽ ബി ഏബിൾ ടു റൈറ്റ് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ ഫ്യൂ മന്ത്സ്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എനിക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും. ഇൻ ഫ്യൂ മന്ത്സ് എന്ന് പറഞ്ഞാൽ പോരാ, എ ഫ്യൂ മന്ത്സ് എന്ന് തന്നെ വേണം പറയാൻ. ഫ്യൂ നെഗറ്റീവ് ആയൊരു വാക്കാണ്. ചെറിയൊരു നമ്പർ കാണിക്കാൻ എ ഫ്യൂ ഉപയോഗിക്കുക. കാറിന് പോയാൽ നമ്മൾ അവിടെ കൂടുതൽ വേഗത്തിലെത്തും. കാറിന് പോയാൽ ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈഫ് ക്ലോസസ് ആണ്. കാറിന് പോയാൽ നമ്മളാണ് പോകുന്നത്. ഇഫ് വി ഗോ ബൈ കാർ. ബൈ കാർ എന്നാണ് പറയുക, ബൈ ദ കാർ അല്ല. പക്ഷെ ഇൻ എ കാർ ആണ്. ബൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ബൈ കാർ, ബൈ ബസ്, ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ, അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. പക്ഷെ ഇൻ ഉപയോഗിക്കുമ്പോൾ, ഒരു കാറിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇൻ എ കാറാണ്. ഇഫ് വി ഗോ ബൈ കാർ, നമ്മൾ അവിടെ കൂടുതൽ വേഗത്തിലെത്തും. വി വിൽ റീച്ച് ദർ ഫാസ്റ്റർ. ഇഫ് വി ഗോ ബൈ കാർ വി വിൽ റീച്ച് ദർ ഫാസ്റ്റർ. ഫാസ്റ്റർ എന്നതൊരു കമ്പാരിറ്റീവ് അഡ്വർബ് ആണ്. ഫാസ്റ്റ് എന്ന വാക്ക് ആക്ച്വലി അജക്റ്റീവായി നമ്മൾ ഉപയോഗിക്കും, അഡ്വർബായി ഉപയോഗിക്കും. ഇവിടെ അത് റീച്ച് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിച്ച അഡ്വർബ് ആണ്. നമുക്കിവിടെ ഫാസ്റ്ററിന് പകരം മോർ ക്വിക്ക്ലി എന്ന അഡ്വർബും യൂസ് ചെയ്യാം. ക്വിക്കർ ഉപയോഗിക്കരുത്, ക്വിക്കർ അജക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് റീച്ച് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യാൻ ക്വിക്കർ എന്ന അജക്റ്റീവ് ഉപയോഗിക്കാൻ പറ്റില്ല, മോർ ക്വിക്ക്ലി എന്ന അഡ്വർബ് വേണം യൂസ് ചെയ്യാൻ. ഇഫ് വി ഗോ ബൈ കാർ വി വിൽ റീച്ച് ദർ ഫാസ്റ്റർ അല്ലെങ്കിൽ മോർ ക്വിക്ക്ലി. ദ ട്രെയിൻ ഈസ് ക്വിക്കർ ദാൻ ദ ബസ്. ഇവിടെ നമ്മൾ മോർ ക്വിക്ക്ലി എന്നല്ല പറഞ്ഞത്. കാരണം ഇവിടെ നമ്മൾ ആ ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ നൗൺ ആണ്. അപ്പോൾ ആ നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന വാക്ക് അജക്റ്റീവ് ആണ്, അഡ്വർബ് അല്ല. ദ ട്രെയിൻ ഈസ് ക്വിക്കർ അല്ലെങ്കിൽ ഫാസ്റ്റർ ദാൻ ദ ബസ്. ഇവിടുത്തെ ഫാസ്റ്ററും അജക്റ്റീവ് ആണ്. മുകളിലത്തെ സെന്റൻസിലെ ഫാസ്റ്റർ അഡ്വർബ് ആണ്. ഫാസ്റ്റ് അജക്റ്റീവും ആണ്, അഡ്വർബും ആണ്. അതൊരു സെന്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കി വേണം അത് അവിടെ അജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ സെന്റൻസിലെ ഫാസ്റ്റർ അജക്റ്റീവ് ആണ്, മുകളിലത്തെ സെന്റൻസിലെ ഫാസ്റ്റർ അഡ്വർബ് ആണ്. ക്വിക്ക് എന്ന അജക്റ്റീവിന്റെ കമ്പാരറ്റീവ് ഫോം ആണ്. മോർ ക്വിക്ക്ലി എന്ന അഡ്വർബിന്റെ കമ്പാരറ്റീവ് ഫോം ആണ്. അതൊരു വിഷമമുള്ള ചോദ്യമായിരുന്നു. വിഷമമുള്ള ചോദ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്നാണ്. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ടഫ് ക്വസ്റ്റ്യൻ. എനിക്ക് കഴിയാവുന്ന അത്ര നന്നായി ഞാൻ ഉത്തരം എഴുതി. ഇതെങ്ങനെ പറയും? അത്ര നന്നായി ഉത്തരം എഴുതി. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആസ് വെൽ ആസ് ഐ കുഡ് എന്നാണ്. നേരത്തെ നമ്മളൊരു എക്സാമ്പിളിൽ അത് പറഞ്ഞിരുന്നു. രണ്ട് ആസ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഞാൻ ഉത്തരം എഴുതി. ഐ ആൻസേർഡ് ഇറ്റ്. അത് ആൻസേർഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇറ്റ്. ആസ് വെൽ ആസ് ഐ കുഡ്. ഐ ക്യാൻ അല്ല, ഐ കുഡ്. കാരണം ഐ ആൻസേർഡ് അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അത് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ക്യാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല, കുഡ് വേണം ഉപയോഗിക്കാൻ. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആയി നമ്മൾ കുഡ് ഉപയോഗിക്കും. ആസ് വെൽ ആസ് ഐ കുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയാവുന്ന അത്ര നന്നായി എന്നർത്ഥം. എനിക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം. ഇതെങ്ങനെ പറയും? എനിക്ക് ഇഷ്ടം ഐ ലൈക്ക്. നമുക്ക് ഐ ലൈക്ക് ടു സ്റ്റേ ഫിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു കീപ് ഫിറ്റ് എന്ന് പറയാം. രണ്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് എനിക്ക് സാധിക്കുമ്പോഴെല്ലാം ഞാൻ ഓടാൻ പോകും. ഓടാൻ പോവുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗോ റണ്ണിങ് ആണ്. നീന്താൻ പോവുകയാണെങ്കിൽ ഗോ സ്വിമ്മിങ്. സോ എനിക്ക് സാധിക്കുമ്പോഴെല്ലാം ഞാൻ പോകും. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. സോ ഐ ഗോ റണ്ണിങ് വെനെവർ ഐ ക്യാൻ എന്ന് പറയാം. അതിനർത്ഥം എനിക്ക് സാധിക്കുമ്പോഴെല്ലാം എന്ന് തന്നെയാണ്. വെനെവർ ഐ ക്യാൻ. ഐ ഗോ റണ്ണിങ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ ക്യാൻ ആണ് ഉപയോഗിക്കുന്നത്, കുഡ് അല്ല. സോ ഐ ഗോ റണ്ണിങ് ആസ് ഓഫൺ ആസ് ഐ ക്യാൻ അല്ലെങ്കിൽ വെനെവർ ഐ ക്യാൻ.
ഇവിടെ ഓഫൺ അഡ്വർബ് ആണ്. ഐ ലൈക്ക് ടു സ്റ്റേ ഫിറ്റ്, സോ ഐ ഗോ റണ്ണിങ് ആസ് ഓഫൺ ആസ് ഐ ക്യാൻ. ഞാൻ ഇവിടുത്തെ 2 സെന്റൻസ് ആയാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇത് ഒരു സെന്റൻസ് ആക്കി എഴുതാം. ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇടാതിരുന്നാൽ മാത്രം മതി. ആരെയും ഉണർത്താൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഐ ഡിഡിന്റ് വാണ്ട്. ആഗ്രഹം ഇല്ല എന്നല്ല, അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ആണ്. ഇത് ആഗ്രഹമില്ലായിരുന്നു. ഐ ഡിഡിന്റ് വാണ്ട്. എന്താണ് ആഗ്രഹമില്ലാതിരുന്നത്? ആരെയും ഉണർത്താൻ. ഐ ഡിഡിന്റ് വാണ്ട് ടു വേക്ക് അപ്പ് എനിബഡി. ഐ ഡിഡിന്റ് വാണ്ട് ടു വേക്ക് അപ്പ് എനിബഡി അല്ലെങ്കിൽ എനിവൺ. ടു വേക്ക് അപ്പ് എന്ന് പറയുമ്പോൾ ഉണർത്താൻ. അതുകൊണ്ട് സാധിക്കാവുന്ന അത്ര നിശബ്ദമായാണ് ഞാൻ വന്നത്. ഞാൻ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചത് ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെയാണ് എന്നർത്ഥം. അപ്പൊ അതെങ്ങനെ പറയാം? ഇതിനും നമ്മൾ ആസ് എന്ന സ്ട്രക്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഐ കെയിം ഇൻ ആസ് ക്വയറ്റ്ലി ആസ് ഐ കുഡ് അല്ലെങ്കിൽ ആസ് സൈലന്റ്ലി ആസ് ഐ കുഡ്. അവരുടെ വീട് ഞങ്ങളുടെ വീടിന്റെ 3 മടങ്ങ് വലിപ്പമുണ്ട്. അപ്പൊ അവരുടെ വീട് ഞങ്ങളുടെ വീടിന്റെ അതേ വലിപ്പമാണ് എന്ന് നമ്മൾ എങ്ങനെ പറയാം? Their house is as big as our house. അല്ലെങ്കിൽ ആ our ഹൗസിന് പകരം നമുക്ക് ours എന്ന പൊസസീവ് പ്രൊനൗൺ ഉപയോഗിക്കാം. Their house is as big as ours. ഞങ്ങളുടെ വീടിന്റെ അത്രയും വലിപ്പം അവരുടെ വീടിനുണ്ട്. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഇനി 3 മടങ്ങ് വലിപ്പം ഉണ്ട് എന്ന് പറയണമെങ്കിലോ അത് എളുപ്പമാണ്. ആസ് ബിഗ് ആസിന് മുന്നിൽ നമ്മൾ 3 ടൈംസ് ആഡ് ചെയ്യും. വേറെ ചേഞ്ച് ഒന്നുമില്ല. Their house is 3 times as big as our house. അപ്പോൾ 3 times as big as എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ 3 മടങ്ങ് വലിപ്പം അവരുടെ വീടിനുണ്ട് എന്നർത്ഥം കിട്ടും. ഇരട്ടി വലിപ്പമാണെങ്കിലോ twice as big as എന്ന് പറഞ്ഞാൽ മതി. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചും പറയാം. Their house is 3 times bigger than ours. അതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. Their house is 3 times bigger than ours. ബിഗർ കമ്പാരിറ്റീവ് വാക്കാണ്. പിന്നെ അതിനുശേഷം ദാൻ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിന് ശേഷവും കമ്പാരിറ്റീവ് അഡ്വേർബ്സിന് ശേഷവും ദാൻ എപ്പോഴും ഉപയോഗിക്കണം. അവൾക്ക് എന്റെ ഇരട്ടി പ്രായമുണ്ട്. അവൾക്ക് എന്റെ അതേ പ്രായമാണെങ്കിൽ എന്ത് പറയും? ഷീ ഈസ് ആസ് ഓൾഡ് ആസ് മീ. ഷീ ആൻഡ് ഐ ആർ ദ സെയിം ഏജ് എന്ന് പറയാം. അങ്ങനെയും പറയാം. ഷീ ഈസ് ദ സെയിം ഏജ് ആസ് മീ എന്നും പറയാം. ഇവിടെ നമുക്ക് ഷീ ഈസ് ആസ് ഓൾഡ് ആസ് മീ എന്ന കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാം. അപ്പൊ എന്റെ ഇരട്ടി പ്രായം ഉണ്ടെന്ന് പറയുമ്പോൾ ഷീ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മീ. ഷീ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മീ. ആസ് ഓൾഡ് ആസ് എന്നുള്ളതിന് മുന്നിൽ നമ്മൾ ട്വൈസ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചു. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഷീ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മീ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ 10 ഇരട്ടി വിഷമമായിരുന്നു ഇന്റർവ്യൂ. പ്രതീക്ഷിച്ചതിനേക്കാൾ. അപ്പോൾ കമ്പാരിറ്റീവ് ആയ ഒരു എക്സ്പ്രഷനാണ് വേണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വിഷമമായിരുന്നു ഇന്റർവ്യൂ എന്ന് എങ്ങനെയാണ് പറയുന്നത്? വിഷമം എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി ഇന്റർവ്യൂ വാസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ഐ തോട്ട് അല്ലെങ്കിൽ ദാൻ ഐ എക്സ്പെക്റ്റഡ്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വിഷമമായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുക. ദി ഇന്റർവ്യൂ വാസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ഐ എക്സ്പെക്റ്റഡ്. ഇനി 10 ഇരട്ടി വിഷമമായിരുന്നു എന്ന് പറയണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ദി ഇന്റർവ്യൂ വാസ് 10 times more difficult എന്ന് പറഞ്ഞാൽ മതി. ദി ഇന്റർവ്യൂ വാസ് 10 times more difficult than I thought അല്ലെങ്കിൽ than I expected. I thought എന്ന് പറയുമ്പോൾ ഞാൻ കരുതി എന്നാണ്. I expected ആണ് ഞാൻ പ്രതീക്ഷിച്ചു എന്നതിൻ്റെ കുറച്ചുകൂടി കറക്റ്റായ ഇംഗ്ലീഷ്. The interview was 10 times more difficult than I expected. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ 10 ഇരട്ടി വിഷമമായിരുന്നു ഇന്റർവ്യൂ. മോർ ഡിഫിക്കൽട്ട് ഒരു കമ്പാരിറ്റീവ് എക്സ്പ്രഷൻ ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് ദാൻ വേണം. എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ പ്രായം കൂടുതലുണ്ട് എന്നെങ്ങനെ പറയും? മൈ ഹസ്ബൻഡ് ഈസ് ഓൾഡർ ദാൻ മീ. ഒരുപാട് പ്രായം എന്ന ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് മച്ച് ഓൾഡർ എന്ന് പറയാം അല്ലെങ്കിൽ ഫാർ ഓൾഡർ എന്ന് പറയാം. മൈ ഹസ്ബൻഡ് ഈസ് മച്ച് ഓൾഡർ ദാൻ മീ അല്ലെങ്കിൽ മൈ ഹസ്ബൻഡ് ഈസ് ഫാർ ഓൾഡർ ദാൻ മീ. എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട്. ഓൾഡർ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ ദാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഒരേ പ്രായമാണ് എന്ന് പറയണമെങ്കിലോ മൈ ഹസ്ബൻഡ് ഈസ് ആസ് ഓൾഡ് ആസ് മീ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൈ ഹസ്ബൻഡ് ഈസ് ദ സെയിം ഏജ് ആസ് മീ എന്ന് പറയാം. അതും അല്ലെങ്കിലോ മൈ ഹസ്ബൻഡ് ആൻഡ് ഐ ആർ ദ സെയിം ഏജ് എന്നും പറയാം. അപ്പോൾ ഇതിലെ അവസാനത്തെ 3 സെന്റൻസസും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരേ പ്രായമാണ് എന്ന അർത്ഥമാണ് നൽകുന്നത്. ആദ്യത്തെ സെന്റൻസ് എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട് എന്ന അർത്ഥമാണ് നൽകുന്നത്. അവൾക്ക് എൻ്റെ 3 മടങ്ങ് വേഗത്തിൽ ഓടാൻ കഴിയും. അവൾക്ക് ഓടാൻ കഴിയും. ഷീ ക്യാൻ റൺ. എൻ്റെ 3 മടങ്ങ് വേഗത്തിൽ. 3 times faster than me. ഷീ ക്യാൻ റൺ 3 times faster than me അല്ലെങ്കിൽ ഷീ ക്യാൻ റൺ 3 times as fast as me എന്നും പറയാം. ഷീ ക്യാൻ റൺ 3 times as fast as me. അപ്പോൾ ഫാസ്റ്റർ ദാൻ എന്ന കമ്പാരിറ്റീവ് എക്സ്പ്രഷന് പകരം ആസ് ഫാസ്റ്റ് ആസ് എന്ന പോസിറ്റീവ്
അഡ്വർബ് ഉപയോഗിക്കുന്ന ആ സ്ട്രക്ചറും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ മീക്ക് പകരം നമുക്ക് ഐ ക്യാൻ എന്ന് പറയാം. ഷീ ക്യാൻ റൺ 3 times faster than ഐ ക്യാൻ. ഐ മാത്രം ഉപയോഗിച്ചാൽ പോരാ, ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം ആ വെർബ് കൂടി വേണം. അവളുടെ അമ്മയുടെ പകുതി പ്രശസ്തി അവൾക്കില്ല. അവളുടെ അമ്മ അവളേക്കാൾ ഒരുപാട് പ്രശസ്തയാണ്. അപ്പോൾ അവളുടെ അമ്മയുടെ അതേ പ്രശസ്തി അവൾക്കുണ്ടെങ്കിൽ ഷീ ഈസ് ആസ് ഫേമസ് ആസ് ഹെർ മദർ അങ്ങനെ പറഞ്ഞാൽ മതി. അവൾക്കും അവളുടെ അമ്മയ്ക്കും ഒരേ പ്രശസ്തിയാണ്. ഷീ ഈസ് ആസ് ഫേമസ് ആസ് ഹെർ മദർ. ഇനിയിപ്പോൾ അവളുടെ അമ്മയുടെ പകുതി പ്രശസ്തി അവൾക്കില്ല എന്ന് പറയണമെങ്കിലോ, പകുതി പ്രശസ്ത അല്ല അവൾ. ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഹാസ് എന്ന വെർബ് അല്ല യൂസ് ചെയ്യുന്നത്, ഈസ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. പ്രശസ്തയല്ല. ഷീ ഈസ് നോട്ട് ഹാഫ് ആസ് ഫേമസ് ആസ് ഹെർ മദർ. ഷീ ഈസ് നോട്ട് ഹാഫ് ആസ് ഫേമസ് ആസ് ഹെർ മദർ. ഇവിടെ നമ്മൾ ഹാസ് അല്ല ഉപയോഗിച്ച്, മലയാളത്തിൽ എഴുതിയത് അവൾക്കില്ല എന്നാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപക്ഷെ ഹാവ് ഉപയോഗിക്കേണ്ടേ അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കേണ്ടേ എന്ന് തോന്നാം. നമ്മൾ ആ സ്ട്രക്ചർ അല്ല യൂസ് ചെയ്യുന്നത്. പ്രശസ്തി അവൾക്കില്ല എന്നതിന് പകരം പ്രശസ്തയല്ല എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ കരുതിയ അത്ര ദൂരം സ്റ്റേഷനിലേക്ക് ഇല്ലായിരുന്നു. ഇവിടെയും ഇല്ലായിരുന്നു എന്ന് കാണുമ്പോൾ ഹാവും ഹാസും ഒന്നും ഉപയോഗിക്കരുത്. സ്റ്റേഷൻ അത്ര ദൂരെ അല്ലായിരുന്നു അങ്ങനെ വേണം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയാം. The station was not as far as we thought. As far as we thought എന്ന് പറയുമ്പോൾ ഞങ്ങൾ കരുതിയ അത്ര ദൂരം, അത് ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ was not. The station was not as far as we thought. ഇവിടെ ആസിനും ഇടയിൽ നമ്മൾ far എന്ന adverb ഉപയോഗിച്ചു. അത് ദൂരം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നല്ല, എനിക്ക് ഖേദമുണ്ട്. ഐ എം സോറി അല്ലെങ്കിൽ ഐ എം റിയലി സോറി. നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയാൻ നമുക്ക് ഐ ഡിഡിൻ മീൻ എന്ന് പറയാം. അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ ഡിഡിൻ മീൻ ടു ഹേർട്ട് യു. നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല, അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഐ എം റിയലി സോറി, ഐ ഡിഡിൻ മീൻ ടു ഹേർട്ട് യു. ഐ ഡിഡിൻ മീൻ ടു ഒഫൻഡ് യു. നിങ്ങളെ ചൊടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല, അതാണ് അതിനർത്ഥം. ഐ ഡിഡിൻ മീൻ ടു പുഷ് യു. നിങ്ങളെ ഞാൻ തള്ളാൻ ഉദ്ദേശിച്ചില്ല. ഐ ഡിഡിൻ മീൻ ടു ഇൻസൾട്ട് യു. നിങ്ങളെ ഞാൻ അപമാനിക്കാൻ ഉദ്ദേശിച്ചതല്ല, ചെയ്തു പോയ എന്തോ ആ ഫലമാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് ഉദ്ദേശിച്ചതല്ല എന്ന് പറയാനാണ് ഐ ഡിഡിൻ മീൻ എന്ന ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ആണ്. ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ കഴിയാത്ത അത്ര തിരക്കിലാണ് ഞാൻ. ഇതെങ്ങനെ പറയും? നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കാത്ത അത്ര തിരക്കുണ്ട്. തിരക്കിലാണ് ഞാൻ, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ഐ എം ബിസി അല്ലേ? നിന്നോട് എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഐ എം ബിസി, ഐ കനോട്ട് ടോക്ക് ടു യു നൗ. എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ കഴിയില്ല. ഈ രണ്ട് സെന്റൻസിനും ഇടയിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് അല്ലേ? തിരക്കായത് കാരണമാണ് സംസാരിക്കാൻ കഴിയാത്തത്. അപ്പം നമുക്കിത് സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഐ ആം സോ ബിസി ദാറ്റ് ഐ കനോട്ട് ടോക്ക് ടു യു നൗ. ഐ ആം സോ ബിസി ദാറ്റ് ഐ കനോട്ട് ടോക്ക് ടു യു നൗ. ഇത് തന്നെ നമുക്ക് ടു ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. ഐ ആം ടു ബിസി ടു ടോക്ക് ടു യു നൗ. സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ആ ദാറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ച് നെഗറ്റീവ് വെർബാണ്. എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, അതാണ് അതിനർത്ഥം. ടു എന്ന വാക്ക് തന്നെ നെഗറ്റീവാണ്. പിന്നെ അതിനകത്ത് വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. ഐ ആം ടു ബിസി ടു ടോക്ക് ടു യു നൗ. ഐ ആം നോട്ട് ടു ബിസി അല്ല പറയുന്നത്, ഐ ആം ടു ബിസി. ഞാൻ നല്ല തിരക്കിലാണ്, ഇപ്പം നിന്നോട് സംസാരിക്കാൻ കഴിയാത്ത അത്ര തിരക്കിലാണ്. ഐ ആം ടു ബിസി ടു ടോക്ക് ടു യു നൗ. ഇത് തന്നെയാണ് നമ്മൾ സോ ദാറ്റ് ഉപയോഗിച്ചും പറഞ്ഞത്. ഐ എം സോ ബിസി ദാറ്റ് ഐ കനോട്ട് ടോക്ക് ടു യു നൗ. ടു ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിൽ വേറെ നോട്ട് ഇല്ല എന്ന് ശ്രദ്ധിക്കണം. എനിക്കൊരു 10 കിലോ ഭാരം കുറവായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു ആഗ്രഹമാണ്, അൺറിയലിസ്റ്റിക് ആയ, തൽക്കാലം ട്രൂ അല്ലാത്ത ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഐ വിഷ്. നമുക്ക് ഈഫ് ഓൺലി ഉപയോഗിച്ചും പറയാം. ഈഫ് ഓൺലി കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അതായത് നമുക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് എന്നൊരർത്ഥമാണ് അതിന്. ഐ വിഷ് ഉപയോഗിച്ച് ഈ കാര്യം പറയുമ്പോൾ ഭാരം കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നലുണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള റിഗ്രറ്റ് എനിക്കില്ല. കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഈഫ് ഓൺലി. ഐ വിഷ് ഐ വാസ് 10 kilos ലൈറ്റർ. ഇവിടെ നമുക്ക് ഐ വാസിന് പകരം ഐ വേർ ഉപയോഗിക്കാം. ഇതൊക്കെ അൺറിയലിസ്റ്റിക് ആയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐയുടെ കൂടെ ഇവിടെ വേർ ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഐ വേർ 10 kilos ലൈറ്റർ. ഇവിടുത്തെ ലൈറ്റർ ഹെവിയുടെ ഓപ്പോസിറ്റായ ഭാരക്കുറവിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ഐ വിഷ് ഐ വാസ് 10 kilos ലൈറ്റർ. എനിക്ക് 10 കിലോ ഭാരം കുറവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇഫ് ഓൺലി ഉപയോഗിച്ചും പറയാം. ഇഫ് ഓൺലി ഐ വേർ 10 kilos ലൈറ്റർ. ഇഫ് ഓൺലി ഐ വേർ 10 kilos ലൈറ്റർ. ഐ വിഷിന് പകരം ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ആണ് ഇഫ് ഓൺലി. ഈ എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു
സ്ഥിതി ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു എങ്കിൽ, ഇപ്പം ഞാൻ ഭാരം കൂടുതലുണ്ട് അതൊന്ന് കുറഞ്ഞിരുന്നു എങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ നിലവിലുള്ള സിറ്റുവേഷൻ അതേപോലെ അല്ലായിരുന്നു, അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാനായി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഐ വിഷും ഇഫ് ഓൺലി. എനിക്ക് ഒരു 2 ഇഞ്ച് കൂടി നീളം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അത്ര ടോളല്ല, കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ വാസ് 2 inches taller. ഐ വിഷ് ഐ വേർ 2 inches taller. പിന്നെ ഉപയോഗിക്കുന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, ശ്രദ്ധിക്കണം. ഐ വിഷ് ഐ വേർ 2 inches tall എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ 2 ഇഞ്ചിന്റെ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് അവിടെ എക്സ്പ്രസ്ഡ് ആവുന്നത്. ഇതങ്ങനെയല്ല, 2 ഇഞ്ച് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഐ വാസ് 2 inches taller എന്ന് തന്നെ വേണം പറയാൻ. ഇഫ് ഓൺലി ഐ വേർ 2 inches taller. ഇഫ് ഓൺലി ഉപയോഗിച്ച് നമുക്കിത് പറയാം. ഇഫ് ഓൺലി ഐ വേർ 2 inches taller. പുറത്ത് ഇരിക്കാൻ പറ്റാത്ത അത്ര തണുപ്പാണ്, പുറത്ത് നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്സൈഡ്. പുറത്ത് ഇരിക്കാൻ പറ്റില്ല, ആർക്കെന്ന് പറയുന്നില്ല, നമുക്ക് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. വി കനോട്ട് സിറ്റ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് വെരി കോൾഡ് വി കനോട്ട് സിറ്റ് ഔട്ട്സൈഡ്. ഇത് നമുക്ക് ടു ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം, സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ടു കോൾഡ് ടു സിറ്റ് ഔട്ട്സൈഡ്. പുറത്തിരിക്കാൻ പറ്റാത്ത അത്ര തണുപ്പാണ്. ഇറ്റ് ഈസ് ടു കോൾഡ് ടു സിറ്റ് ഔട്ട്സൈഡ്. സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് സോ കോൾഡ് ദാറ്റ് വി കനോട്ട് സിറ്റ് ഔട്ട്സൈഡ്. ഇവിടെ ഈ ഇറ്റ് ഈസ് ടു കോൾഡ് ടു സിറ്റ് ഔട്ട്സൈഡ് എന്നതിൽ ആർക്കാണ് ഇരിക്കാൻ പറ്റാത്തത് എന്നൊന്നും പറയുന്നില്ല. ഇനി അതുകൂടി പറയണമെങ്കിൽ നമുക്ക് ആ ടു കോൾഡിന് ശേഷം ഫോർ അസ് എന്നൊരു എക്സ്പ്രഷൻ ആഡ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ടു കോൾഡ് ഫോർ അസ് ടു സിറ്റ് ഔട്ട്സൈഡ്. നമുക്ക് പുറത്തിരിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പാണ്. ഇറ്റ് ഈസ് ടു കോൾഡ് ഫോർ അസ് ടു സിറ്റ് ഔട്ട്സൈഡ്. സോ ദാറ്റ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് ഈസ് സോ കോൾഡ് ദാറ്റ് വി കനോട്ട് സിറ്റ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് സോ കോൾഡ് ദാറ്റ് വി കനോട്ട് സിറ്റ് ഔട്ട്സൈഡ്. നല്ല തണുപ്പായതിനാൽ നമുക്ക് പുറത്ത് ഇരിക്കാൻ കഴിയില്ല. ഇവിടെയും നമ്മൾ ദാറ്റ് ക്ലോസിൽ നെഗറ്റീവ് വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ടു ഉപയോഗിച്ച് ഇത് പറയുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ ഒരു നോട്ട് ഇല്ല. നടക്കാൻ കഴിയാത്ത അത്ര ക്ഷീണിതനാണ് അയാൾ. അയാൾക്ക് നല്ല ക്ഷീണമുണ്ട്, അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല. ക്ഷീണിതനാണ് എന്ന് നമുക്ക് പല രീതിയിൽ പറയാം. ഹീസ് ടയേർഡ് എന്ന് പറയാം, ഹീസ് ഫ്രെയിൽ എന്ന് പറയാം, ഹീസ് വീക്ക് എന്ന് പറയാം. അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല, ഹി കനോട്ട് വാക്ക്. ഇപ്പം നടക്കാൻ കഴിയാത്ത അത്ര ക്ഷീണിതനാണ് എന്ന് പറയുമ്പോൾ ഹീസ് ടു ടയേർഡ് ടു വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹീസ് ടു ഫ്രെയിൽ ടു വർക്ക് എന്ന് പറയാം, ഹീസ് ടു വീക്ക് ടു വർക്ക് എന്ന് പറയാം. സോ ദാറ്റ് ഉപയോഗിച്ചും പറയാം. ഹി ഈസ് സോ ടയേർഡ് ദാറ്റ് ഹി കനോട്ട് വർക്ക്. ഹി ഈസ് സോ ഫ്രെയിൽ ദാറ്റ് ഹി കനോട്ട് വർക്ക്. ഒരു വലിയ കാർ വാങ്ങിക്കാൻ മാത്രം സമ്പന്നരല്ല ഞങ്ങൾ. ഇതെങ്ങനെ പറയും? ഞങ്ങൾ സമ്പന്നരല്ല, വി ആർ നോട്ട് റിച്ച്. എന്തിന്? കാറ് വാങ്ങിക്കാൻ മാത്രം. അപ്പൊ ആ കാറ് വാങ്ങിക്കാൻ മാത്രം സമ്പന്നരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ റിച്ച് ഇനഫ് ആണ്. വി ആർ നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ കാർ. വി ആർ നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ കാർ. ഇവിടെ റിച്ച് അജക്റ്റീവ് ആണ്, പിന്നെ ആ അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വർബ് ആണ് ഇനഫ്. നോർമലി ഒരു അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനായി ഒരു അഡ്വർബ് ഉപയോഗിക്കുമ്പോൾ ആ അഡ്വർബ് ആ അജക്റ്റീവിന്റെ മുന്നിലാണ് വരിക. ഇനഫ് പക്ഷെ ഡിഫറെൻ്റ് ആണ്. അത് ഏത് അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നു? ഇനഫ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് അഡ്വേർബ്സിനെയും മോഡിഫൈ ചെയ്യാം. ഇംഗ്ലീഷിൽ നമുക്ക് അഡ്വേർബ്സ് ഉപയോഗിച്ച് വേർബ്സിനെ മാത്രമല്ല അജക്റ്റീവ്സിനെയും മറ്റ് അഡ്വേർബ്സിനെയും മോഡിഫൈ ചെയ്യാം. ഇനഫ് അല്പം ഡിഫറെൻ്റ് ആയ ഒരു അഡ്വർബാണ്. അത് ഏത് അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നോ അല്ലെങ്കിൽ ഏത് അഡ്വർബിനെ മോഡിഫൈ ചെയ്യുന്നോ ആ അജക്റ്റീവിന് അല്ലെങ്കിൽ അഡ്വർബിന് ശേഷമാണ് വരിക, ആദ്യമല്ല വരിക. വി ആർ നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ബിഗ് കാർ. വലിയൊരു കാർ വാങ്ങിക്കാൻ മാത്രം സമ്പന്നരല്ല നമ്മൾ. ഇനഫ് റിച്ച് എന്ന് പറയരുത്, റിച്ച് അജക്റ്റീവ് ആണ്, പിന്നെ ആ റിച്ചിന് ശേഷമാണ് ഇനഫ് വരുന്നത്. പക്ഷേ ഇനഫ് നമുക്ക് അജക്റ്റീവായും നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് നൗൺസിനെ മോഡിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ നൗണിന് മുന്നിലാണ് വരിക. ദർ വർ ഇനഫ് ആപ്ലിക്കൻസ്. വേണ്ടത്ര അപേക്ഷാർത്ഥികൾ ഉണ്ടായിരുന്നു. ആപ്ലിക്കൻസ് നൗൺ ആണ്, അതിന് മുന്നിലാണ് ഇനഫ് വന്നത്. ആപ്ലിക്കൻസ് ഇനഫ് എന്നല്ല നമ്മൾ പറയുന്നത്, ഇനഫ് ആപ്ലിക്കൻസ് എന്നാണ്. പക്ഷേ ഇനഫ് റിച്ച് അല്ല, റിച്ച് ഇനഫ് ആണ്. വോട്ട് ചെയ്യാനുള്ള പ്രായം അവൾക്കില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യാനുള്ള അത്രയും പ്രായം ഇല്ല എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഓൾഡ് ഇനഫ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള അത്രയും പ്രായം അവൾക്കില്ല. ഓൾഡ് ഇനഫ് എന്ന് പറയുമ്പോൾ വേണ്ടത്ര പ്രായം എന്നർത്ഥം. ഷീ ഈസ് ഇൻ ഓൾഡ് ഇനഫ് ടു വോട്ട്. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷീ ഈസ് ടു യങ് ടു വോട്ട് എന്നും പറയാം. ഷീ ഈസ് ടു യങ് ടു വോട്ട്. എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ ഇനഫിന് പകരം ടു യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ടു ഉപയോഗിച്ചും ഈ കാര്യം പറയാം. അവൾക്ക് നല്ല ദേഷ്യമായിരുന്നു, അവൾ ആ ഫയൽ എൻ്റെ നേരെ എറിഞ്ഞു.
അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. ഷി വാസ് വെരി ആംഗ്രി. അവൾ ആ ഫയൽ എൻ്റെ നേരെ എറിഞ്ഞു. ഷീ ത്രൂ ദാറ്റ് ഫയൽ അറ്റ് മീ. അറ്റാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ നേർക്ക് ആരെങ്കിലും എന്തെങ്കിലും എറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. ഷി വാസ് വെരി ആംഗ്രി. ഷീ ത്രൂ ദാറ്റ് ഫയൽ അറ്റ് മീ. ഷി വാസ് സോ ആംഗ്രി ദാറ്റ് ഷീ ത്രൂ ദാറ്റ് ഫയൽ അറ്റ് മീ. അങ്ങനെയും പറയാം. സോ ദാറ്റ് ഉപയോഗിച്ച് ഇതും കമ്പൈൻ ചെയ്യാം. പിന്നെ അവിടെ വെരി യൂസ് ചെയ്യരുത്. വെരിക്ക് പകരമാണ് സോ ഉപയോഗിക്കുന്നത്. ഷി വാസ് സോ ആംഗ്രി ദാറ്റ് ഷീ ത്രൂ ദാറ്റ് ഫയൽ അറ്റ് മീ. അവൾ ആ ഫയൽ എൻ്റെ നേരെ എറിഞ്ഞു. അറ്റാണ് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ. ബ്രെഡിന്റെ കഷ്ണങ്ങൾ ഞാൻ പക്ഷികൾക്ക് ഇട്ടുകൊടുത്തു. പക്ഷികൾക്ക് എറിഞ്ഞു കൊടുത്തു. ഇവിടെ അറ്റാക്ക് എന്ന ഒരു ഐഡിയയും ഇല്ല. പക്ഷികൾക്ക് ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ത്രോ അറ്റല്ല, ത്രോ ടു ആണ്. ഞാൻ എറിഞ്ഞു കൊടുത്തു. ഐ ത്രൂ എന്ത്? ബ്രെഡിന്റെ കഷ്ണങ്ങൾ, ബ്രെഡ് ക്രംസ്. ഐ ത്രൂ ദ ബ്രെഡ് ക്രംസ് പക്ഷികൾക്ക്, ടു ദ ബേർഡ്സ്. അറ്റല്ല. ഐ ത്രൂ ദ ബ്രെഡ് ക്രംസ് ടു ദ ബേർഡ്സ്. ഇവിടെ അറ്റാക്ക് എന്നുള്ള ഐഡിയ ഇല്ല. അവർക്ക് കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ത്രോ ടു എന്നാണ് പറയുന്നത്, ത്രോ അറ്റല്ല. ട്രെയിനിൽ എൻ്റെ എതിരെ ഇരുന്ന സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ എതിരെ ഇരുന്ന സ്ത്രീ, അതെങ്ങനെ പറയും? ദ വുമൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ. ഓപ്പോസിറ്റ് ടു മീ എന്ന് പറയണ്ട, ഓപ്പോസിറ്റ് മീ എന്ന് പറഞ്ഞാൽ മതി. ദ വുമൺ ഹു വാസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ എന്നും പറയാം. ആ ഹു വാസ് സിറ്റിംഗ് എന്ന റിലേറ്റീവ് ക്ലോസിന് പകരമായിട്ടാണ് സിറ്റിംഗ് എന്നുള്ള ING ഫോം മാത്രം ഉപയോഗിക്കുന്നത്. ദ വുമൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ. ട്രെയിനിൽ, ഓൺ ദ ട്രെയിൻ. ട്രെയിനിൽ, ബസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ഓൺ ദ ട്രെയിനും ഓൺ ദ ബസ്സുമാണ്. കാറിലാണെങ്കിൽ ഇൻ ദ കാറാണ്. ദ വുമൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ ഓൺ ദ ട്രെയിൻ. എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് പറയാൻ നമുക്ക് കീപ്പ് എന്ന വെർബ് യൂസ് ചെയ്യാം. ദ വുമൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ ഓൺ ദ ട്രെയിൻ കെപ്റ്റ് സ്റ്റെയറിംഗ് അറ്റ് മീ. ദ വുമൺ സ്റ്റെയർഡ് അറ്റ് മീ എന്ന് പറയുമ്പോൾ എന്നെ തുറിച്ചു നോക്കി, അല്ലെങ്കിൽ ദ വുമൺ ലുക്ക്ഡ് അറ്റ് മീ എന്ന് പറയുമ്പോൾ എന്നെ നോക്കി എന്ന് മാത്രമാണ്. ആ നോക്കിക്കൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ്ലി നോക്കിക്കൊണ്ടിരുന്നു എന്ന അർത്ഥം കിട്ടാനാണ് കെപ്റ്റ് സ്റ്റെയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കെപ്റ്റിന് ശേഷം വേണമെങ്കിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കാം. ദ വുമൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ ഓൺ ദ ട്രെയിൻ കെപ്റ്റ് ഓൺ സ്റ്റെയറിംഗ് അറ്റ് മീ എന്ന് പറയാം. അത് നിർബന്ധമില്ല, ഓൺ അവിടെ ആവശ്യമില്ല, കെപ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ കെപ്റ്റ് സ്റ്റെയറിംഗ് അല്ലെങ്കിൽ കെപ്റ്റ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ നോക്കിക്കൊണ്ടേയിരുന്നു എന്നർത്ഥമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ ആക്ടിവിറ്റി നടക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ കീപ്പ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? നമ്മുടെ ഒരാൾ തുടർച്ചയായി ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. വൈ ഡു യു കീപ് ഇൻറ്ററപ്റ്റിംഗ് മീ, അല്ലെങ്കിൽ വൈ ഡു യു കീപ് ഓൺ ഇൻറ്ററപ്റ്റിംഗ് മീ. എന്നെ എന്താണ് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണെങ്കിൽ വൈ ഡു യു കീപ് ഡിസ്റ്റർബിംഗ് മീ. വൈ ഡു യു കീപ് ഓൺ ഇൻറ്ററപ്റ്റിംഗ് മീ. കീപ് ഓണിന് ശേഷം, ഇനി ഓൺ ഇല്ലെങ്കിലും കീപ്പിന് ശേഷം ഉപയോഗിക്കുന്ന ING ഫോം ആണ്, അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അവൾ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഷീ കെപ്റ്റ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ. ഷീ ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയാം. അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ കെപ്റ്റ് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. ഷീ കെപ്റ്റ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഷീ കെപ്റ്റ് ഓൺ ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ. അവൾ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓൺ പ്രിപ്പോസിഷൻ ആണ്, അതുകൊണ്ടാണ് പിന്നെ അതിനുശേഷം ING ഫോം വരുന്നത്. ഇനി ആ ഓൺ അവിടെ ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കീപ്പിന് ശേഷം ING ഫോം തന്നെയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. ഇതിൽ പലതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് ഉപയോഗിക്കുന്ന സെന്റൻസസ് തന്നെയാണ്. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് അത് ചോദിക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.